ശ്രീനിവാസൻ ഇനി ചിരിയോർമ്മ. മലയാള സിനിമയിലെ വിസ്മയകരമായ ഒരു പ്രതിഭയാണ് ശ്രീനിവാസന്റെ വിയോഗത്തിലൂടെ കേരളത്തിന് നഷ്ടമായിരിക്കുന്നത്. ബഹുമുഖ പ്രതിഭ എന്ന വാക്കിന് അർത്ഥപൂർണമായ ഉദാഹരണമായിരുന്നു അദ്ദേഹം. സാധാരണക്കാരന്റെ ജീവിതാനുഭവങ്ങളെ ഇത്രത്തോളം തന്മയത്വത്തോടെയും ലളിതമായും വെള്ളിത്തിരയിലെത്തിച്ച മറ്റൊരു കലാകാരൻ നമുക്കിടയിലില്ല. അസാധാരണ മനക്കരുത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും പ്രതീകമായിരുന്നു ശ്രീനിവാസൻ. സന്ദേശങ്ങൾ ബാക്കിയാക്കി നന്മ നിറഞ്ഞ ശ്രീനിവാസൻ മടങ്ങിയിരിക്കുന്നു. നിത്യഹരിത ചലച്ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച ചലച്ചിത്രകാരന്റെ ജീവിതത്തിന് തിരശീല വീഴുമ്പോഴും അദ്ദേഹം പകർന്നു നൽകിയ സന്ദേശങ്ങൾ എല്ലാ കാലത്തും പ്രസക്തമാണ്. ഒരു ശരാശരി മലയാളിയുടെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങൾ ഹൃദയസ്പർശിയായി അദ്ദേഹം എഴുതി അഭിനയിച്ചു ഫലിപ്പിച്ചു. അതിൽ നഗ്നമായ ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്, പ്രണയമുണ്ട്, വിരഹമുണ്ട്, നിസ്സഹായതയുണ്ട്, നിഷ്കളങ്കമായ സ്നേഹമുണ്ട്, സൗഹൃദമുണ്ട്, വെറുപ്പും പ്രതികാരവുമുണ്ട്, നെഞ്ചിൽ തറയ്ക്കുന്ന ആക്ഷേപഹാസ്യമുണ്ട്, നിശ്ചിതമായ വിമർശനമുണ്ട്, അപ്രിയ സത്യങ്ങളുമുണ്ട്. ശ്രീനിവാസൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ കേരള സമൂഹത്തിന് വലിയ സന്ദേശങ്ങളാണ് നൽകിയത്. 1956 കൂത്തുപറമ്പിനടുത്ത് പാട്യത്ത് സ്കൂൾ അധ്യാപകനായ ഉണ്ണിയുടെയും ലക്ഷ്മിയുടെയും മകനായാണ് ജനനം. കൂത്തുപറമ്പ് മിഡിൽ സ്കൂൾ, കതിരൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ശേഷം ചെന്നൈയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. ഇവിടെ നിന്ന് അഭിനയത്തിൽ ഡിപ്ലോമ നേടിയ ശ്രീനിവാസൻ 1976 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കത്തിലൂടെ സിനിമയിലെത്തി. 1979 സംഘഗാനം എന്ന ചിത്രത്തിലാണ് ആദ്യമായി പ്രധാന വേഷത്തിലെത്തുന്നത്. 1984 ഓടരുതമ്മാവ ആളറിയാം എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെ തിരക്കഥാകൃത്തായാണ് ശ്രീനിവാസന്റെ സിനിമാ എഴുത്തിന്റെ ലോകത്തേക്കുള്ള അരങ്ങേറ്റം. എന്നാൽ അതിനും എത്രയോ മുമ്പ് എത്രയോ സിനിമകളുടെ അണിയറയിൽ പല റോളുകളിൽ ശ്രീനിവാസൻ വിരാജിച്ചിരുന്നു. KG ജോർജ് സംവിധാനം ചെയ്ത മേളയിൽ ശ്രീധരൻ ചമ്പാടിൻ്റെ കഥയ്ക്ക് തിരക്കഥ ഒരുക്കുന്ന ജോലിയുമായി സഹകരിച്ചായിരുന്നു തുടക്കം. ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ശ്രീനിവാസൻ വിധിച്ചതും കൊതിച്ചതും, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ഒരു മാടപ്പിറാവിൻ്റെ കഥ, KG ജോർജിൻ്റെ മേള എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിക്ക് വേണ്ടിയും ഒരു മുത്തശ്ശിക്കഥ എന്ന ചിത്രത്തിൽ തമിഴ് നടൻ ത്യാഗരാജന് വേണ്ടിയും ശബ്ദം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുല്ലാങ്കുഴൽ എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ച സാംബശിവന് ശബ്ദം നൽകിയതും ശ്രീനിവാസനായിരുന്നു. സത്യൻ അന്തിക്കാട്, പ്രിയദർശൻ തുടങ്ങിയ പ്രമുഖ സംവിധായകർക്കൊപ്പം ചേർന്ന് ഒരുക്കിയ ചിത്രങ്ങൾ ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ടവയാണ്. നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, വരവേൽപ്പ്, സന്ദേശം തുടങ്ങിയ സിനിമകൾ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിച്ചവയാണ്. സന്ദേശത്തിലെ പ്രഭാകരൻ കോട്ടപ്പള്ളി, നാടോടിക്കാറ്റിലെയും ചിന്താവിഷ്ടിയായ ശ്യാമളയിലെയും വിജയൻ, വടക്കുനോക്കി യന്ത്രത്തിലെ തളത്തിൽ ദിനേശൻ, കഥ പറയുമ്പോളിലെ ബാലൻ, പൊന്മുട്ടയിടുന്ന താറാവിലെ തട്ടാൻ ഭാസ്കരൻ തുടങ്ങിയ സാധാരണക്കാരൻ്റെ കണ്ണീരും പുഞ്ചിരിയും തമാശകളും സന്തോഷങ്ങളുമെല്ലാം ശ്രീനിവാസൻ സ്ക്രീനിലെത്തിച്ചു.
ഒരു വലിയ ഗേറ്റുണ്ട്. മതിലും ചടണ്ട, ആ ഗേറ്റ് കൂടെ ഏതോ ആ ഗേറ്റ് കൂടെ വന്ന് നേരെ അപ്പുറത്തേക്ക് ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിനെ ഗണേ. ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിനെ ഗണേ. ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിനെ ഗണേ. ശാന്തി ശാന്തി ശാന്തി. വടക്ക് നോക്കി യന്ത്രം, ചിന്താവിഷ്ടിയായ ശ്യാമള തുടങ്ങിയ ചിത്രങ്ങൾ മനുഷ്യ സഹജമായ ബലഹീനതകളെയും കുടുംബ ബന്ധങ്ങളെയും ഗൗരവത്തോടെയും നർമ്മത്തോടെയും നോക്കിക്കണ്ടവയാണ്. തൻ്റെ രൂപത്തെയും പരിമിതികളെയും സ്വയം പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സന്ദേശത്തിന് 1991-ലും മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മഴയത്തു മുമ്പ് എന്ന ചിത്രത്തിന് 95-ലും മികച്ച ജനപ്രിയ സിനിമയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ചിന്താവിഷ്ടിയായ ശ്യാമളയ്ക്ക് 98-ലും മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വടക്ക് നോക്കി യന്ത്രത്തിന് 1989-ലും ലഭിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ജൂറിയുടെ പ്രത്യേക അവാർഡ് തകരച്ചെണ്ട സ്വന്തമാക്കി. സന്യാസമോ ഗൃഹസ്ഥാശ്രമോ സിനിമാ പിടുത്തമോ ഏതാണ് വഴിയെന്നറിയാതെ ഉലയുന്ന ചിന്താവിഷ്ടിയായ ശ്യാമളയിലെ വിജയൻ മാഷിനെ പോലെ എന്നും സന്ദേഹിയായിരുന്നു ശ്രീനിവാസനും. കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ അതോ നിഷ്പക്ഷനോ എന്ന് ചോദിച്ചാൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയും, ഞാനതെല്ലാമായിട്ടുണ്ട്. എന്നാൽ അതൊന്നുമല്ല താനും. വിമർശിക്കേണ്ട വിഷയങ്ങളെ വിമർശിക്കാൻ ഒരു കാലത്തും വിമുഖത കാണിക്കാത്ത മനുഷ്യനായിരുന്നു ശ്രീനിവാസൻ. മലയാളത്തെ ശ്രീനിവാസൻ ചിരിപ്പിച്ച പോലെ, ചിന്താവിഷ്ടിയാക്കിയ പോലെ, കരയിപ്പിച്ച പോലെ, ചിന്തിപ്പിച്ച പോലെ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. പുറമേ ചിരിക്കുമ്പോഴും അകം വിങ്ങുന്ന കഥകളാണ് ശ്രീനിവാസൻ്റേത്. ബാക്കി കാര്യങ്ങൾ വർഷങ്ങളോളം നീണ്ട തിരക്കുപിടിച്ച ജീവിതത്തിനു ശേഷം 2000-ന്റെ പകുതിയോടെ ശ്രീനിവാസൻ സിനിമകളുടെ എണ്ണം കുറച്ചു. എന്നാൽ തൻ്റെ ഭാര്യ സഹോദരൻ എം മോഹനൻ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങിയപ്പോൾ ശ്രീനിവാസൻ വീണ്ടും പേനയെടുത്തു. അങ്ങനെയാണ് കഥ പറയുമ്പോൾ പിറന്നത്. ശ്രീനിവാസനും മുകേഷും ചേർന്ന് ലൂമിയർ ഫിലിം കമ്പനി എന്ന പേരിൽ പുതിയ നിർമ്മാണ കമ്പനി ആരംഭിച്ച് നിർമ്മിച്ച ആദ്യ ചിത്രമായിരുന്നു ഇത്. ബാലൻ എന്ന ബാർബറുടെയും അശോക് രാജ് എന്ന സൂപ്പർ സ്റ്റാറിന്റെയും ആഴമേറിയ സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ ചിത്രം ബോക്സ് ഓഫീസിൽ തരംഗമായി. നീ അയക്കുന്നു നിർത്തുന്നു, നീ വിളിക്കുന്നു ദേഹിയെ, നിന്റെ ഇച്ഛയ്ക്കു കീഴ്പ്പെട്ടു ഞങ്ങൾ വാഴുന്ന ദൈവമേ, നിന്റെ നാമം മഹാമന്ത്രം, നീതാൻ പുരോഹിതൻ ദേവ, സർവകർമ്മൈക സാക്ഷിനി. മലയാളത്തിലെ വൻ വിജയത്തിന് പിന്നാലെ ഈ ചിത്രം തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു. തമിഴിലും തെലുങ്കിലും രജനീകാന്തും ഹിന്ദിയിൽ ഷാറൂഖ് ഖാനുമാണ് മമ്മൂട്ടിയുടെ വേഷം ചെയ്തത്.
ജൂണിൽ പുറത്തിറങ്ങിയ നാൻസി റാണിയാണ് ശ്രീനിവാസൻ അഭിനയിച്ച അവസാന ചിത്രം. ഫഹദ് ഫാസിലിനെ നായകനാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഞാൻ പ്രകാശിനു വേണ്ടിയാണ് ഒടുവിൽ തിരക്കഥ ഒരുക്കിയത്. ശ്രീനിവാസൻ അസുഖം ഭേദമായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ വീണ്ടും ഒന്നിച്ചൊരു ചിത്രം ചെയ്യണമെന്ന ആഗ്രഹം സത്യൻ അന്തിക്കാട് പങ്കുവച്ചിരുന്നു. ശ്രീനിവാസൻ എന്ന കലാകാരൻ്റെ സിനിമാ ഭാഷയെ ഒരൊറ്റ വാചകത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ അത് ചോദ്യങ്ങളിലൂടെ മുന്നേറുന്ന സൃഷ്ടിബോധം എന്ന് പറയാം. നടനായി അദ്ദേഹം മലയാള സിനിമയുടെ നായക സങ്കല്പത്തെ തകർത്തു. തിരക്കഥാകൃത്തായി മലയാള സിനിമയ്ക്ക് പുതിയൊരു ഭാഷ നൽകി. സംവിധായകനായി പുതിയ ശൈലികൾ ഒരുക്കി. ശ്രീനിവാസൻ സിനിമകൾ ഉത്തരങ്ങൾ നൽകുന്ന കൃതികളല്ല, അവ തുടർച്ചയായി ചോദ്യങ്ങൾ ഉയർത്തുന്ന ഇടങ്ങളാണ്. ശ്രീനിവാസന്റെ ശവസംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ എറണാകുളം ഉദയംപേരൂർ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ നടന്നു. മൂത്തമകൻ വിനീത് ശ്രീനിവാസൻ ചിതയ്ക്ക് തീ കൊളുത്തിയതോടെയാണ് അന്ത്യകർമ്മങ്ങൾ പൂർത്തിയായത്. തമിഴ്നടൻ സൂര്യ, ഭാര്യ ജ്യോതിക എന്നിവർ രാവിലെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പൃഥ്വിരാജ്, ജഗദീഷ്, ലാൽ, രഞ്ജി പണിക്കർ, കുഞ്ചാക്കോ ബോബൻ, മുകേഷ്, നിവിൻ പോളി തുടങ്ങിയവരും വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ശനിയാഴ്ച ടൗൺ ഹാളിലെ പൊതുദർശനത്തിനും സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലുള്ള നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി പ്രമുഖർ ഇന്നലെ ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു.
നീ അയക്കുന്നു നിർത്തുന്നു നീ വിളിക്കുന്നു ദേഹിയെ നിന്റെ ഇച്ഛയ്ക്കു കീഴ്പ്പെട്ടു ഞങ്ങൾ വാഴുന്ന ദൈവമേ നിന്റെ നാമം മഹാമന്ത്രം നീതാൻ പുരോഹിതന്റെ വാ സർവകർമ്മൈക സാക്ഷിനി എല്ലാം ശനിയാഴ്ച രാവിലെ 8:25 മലയാളികളുടെ മഹാനടൻ ശ്രീനിവാസൻ വിട പറഞ്ഞത്. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഡയാലിസിസിനായി ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ആരോഗ്യം മോശമായി. തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉടൻ മരണം സ്ഥിരീകരിച്ചു. മരണസമയത്ത് ഭാര്യ വിമലയും ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു. ഒരു ഗേറ്റുണ്ട്, ഒരു വലിയ ഗേറ്റുണ്ട്. മതിലും ചടണ്ട, ആ ഗേറ്റ് കൂടെ ഏതോ ആ ഗേറ്റ് കൂടെ വന്ന് നേരെ അപ്പുറത്തേക്ക്
എന്തായാലും മലയാളികളുടെ സ്വീകരണ മുറികളിൽ ഇന്നും പൊട്ടിച്ചിരികൾ പടർത്തുന്ന ശ്രീനിവാസന്റെ സംഭാഷണങ്ങൾ സിനിമയുള്ള കാലത്തോളം നിലനിൽക്കും. നീ അയക്കുന്നു നിർത്തുന്നു, നീ വിളിക്കുന്നു ദേഹിയെ, നിന്റെ ഇച്ഛയ്ക്കു കീഴ്പ്പെട്ടു ഞങ്ങൾ വാഴുന്ന ദൈവമേ, നിന്റെ നാമം മഹാമന്ത്രം, നീതാൻ പുരോഹിതന്റെ വാ, സർവകർമ്മൈക സാക്ഷിനി. ചുരുക്കത്തിൽ സാധാരണക്കാരന്റെ ഹൃദയമിടിപ്പ് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നതാണ് ശ്രീനിവാസന്റെ വിജയം. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും തൻ്റെ വേരുകൾ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തിയ ഒരു കലാകാരന് മാത്രമേ ഇത്തരമൊരു മാജിക് സൃഷ്ടിക്കാൻ കഴിയൂ എന്ന് കാലം തെളിയിച്ചു.